ഹായ്, എൻ്റെ പേര് ദിയ. ഞാൻ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. ഞാൻ യൂണിവേഴ്സലിൽ എത്തുന്നത് +2ലാണ്. +1 ഒരു ബോർഡ് എക്സാം ലെവലിൽ മാത്രം പഠിച്ചിട്ട് ഞാൻ ഇവിടെ +2ൽ വന്നപ്പോൾ എനിക്ക് +1ൽ ഒന്നും അറിഞ്ഞിരുന്നില്ല. +1ൽ എൻ്റെ ഒരു ബയോളജി പോലും ഒരു ഹാഫ് ഓഫ് മൈ NCERT ടെക്സ്റ്റ് ബുക്ക് പോലും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ +2ൽ ഞാനിവിടെ വന്ന ടൈമിൽ ക്ലാസ്സസൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് തീരെ ഫോളോ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ഒരു ചെയ്ത് നോക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിൽ വന്ന ആളാണ്. പക്ഷേ ക്ലാസ്സസൊക്കെ ഐ തോട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൽ തന്നെ ഞാൻ ഇവിടെ വന്നത്. പക്ഷെ ഭയങ്കര ബേസിക് ആയിട്ട് ഓരോ സ്റ്റുഡൻസിനും ഇപ്പം എനിക്കൊക്കെ ഐ തിങ്ക് വന്ന ടൈമിലൊന്നും ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഒരു പേഴ്സണൽ അറ്റൻഷൻ തന്നിട്ട് തന്നെയാണ് ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് +1 +2 ക്ലാസ് മനസ്സിലാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ +2 ഞാൻ വളരെ നന്നായിട്ട് തന്നെ പഠിച്ചു. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ തന്നെ +2 പോർഷൻസ് ഒരുപാട് ഒരു മോസ്റ്റ് മെജോറിറ്റി കംപ്ലീറ്റ് ആയിരുന്നു. 1-2 പോർഷൻസേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കിട്ടിയ ഒരു ടൈം പറഞ്ഞാൽ ലാബിൻ്റെ ആ ഒരു ബ്രേക്ക്, ആ ഒരു ടൈമിലൊക്കെ എനിക്ക് +1ൽ എനിക്ക് പഠിക്കാനുണ്ടായിരുന്ന കുറേ ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്ത്. അത് ഒബ്ജക്റ്റീവ് ഞാൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഞാൻ കുറേ കവർ ചെയ്തെടുത്ത്. ഇപ്പോൾ ഒരു 10th വരെ അല്ലെങ്കിൽ 11th വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു എക്സാമിന് ഞാൻ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തിരുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ഓരോ ഡെയിലി ഒരു ദിവസം പഠിക്കുന്നത്. അതിന് മെയിനായിട്ട് ഒരു റോൾ ഉള്ളത് ഹോസ്റ്റലിനാണ്. ഞാൻ ഹോസ്റ്റലറാണ്. ഹോസ്റ്റലിനെ പറ്റിയാണെങ്കിലും ആദ്യം കേട്ടിരുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് പഠിക്കണം, എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നമുക്ക് പഠിക്കാനുള്ള ടൈമിനേക്കാൾ കൂടുതൽ ഇരുന്ന് പഠിക്കുന്ന ആളാണ്. കാരണം ആ ഒരു ബെല്ല് ആ ഒരു ടൈമിനനുസരിച്ച് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ കാര്യങ്ങൾ പോകും. ഇപ്പോൾ എക്സാമിനൊക്കെ നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഇതിനും പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾ ഡെയിലി ഇതിങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എക്സാമിൻ്റെ ടൈമിക്ക് നമ്മൾ ഏകദേശം എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവില്ല. ഹോസ്റ്റലാണെങ്കിൽ സ്റ്റഡി ഹാളൊക്കെ ഭയങ്കര ഡിസിപ്ലിൻഡ് ആണ്. പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഡൗട്ട് വെച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ +1ൽ എനിക്ക് ഒരുപാട് പെൻഡിങ് ഉണ്ടായിരുന്നെങ്കിലും +2ൽ നമുക്കൊരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ പോർഷൻസ് ഏകദേശം കവേർഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ലാബാണെങ്കിലും ചെറിയ ടൈമിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് ഓരോ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്ത് എല്ലാവരും ഭയങ്കര ക്ലിയർ ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സിലബസ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനുള്ള കുറേ ടൈം കിട്ടിയിരുന്നു. അപ്പോൾ ഐ തിങ്ക് +1ൽ എനിക്കൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എൻട്രൻസ് ലെവലിൽ എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എനിക്ക് ഒരുപാട് ടൈം കിട്ടുന്നത് കാരണം +2ൻ്റെ കൂടെ തന്നെ എനിക്ക് +1 നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഐ തിങ്ക് ഇപ്പോൾ ഒരു റിപ്പീറ്റ് ഇല്ലാതെ തന്നെ ഒരു റിപ്പീറ്റർ പഠിക്കുന്ന പോലെ +1 +2 ഒരു ഓൺഗോയിങ്ങിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എനിക്ക് പഠിക്കാൻ പറ്റിയത് ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ്. അതിന് എൻ്റെ ഫാക്കൽറ്റീസ് ആയിക്കഴിഞ്ഞാലും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാലും എൻ്റെ റൂംമേറ്റ്സ് ആയാലും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് യൂണിവേഴ്സലിനോടും ഫാക്കൽറ്റീസിനോടും ഒക്കെ. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ബി ഹിയർ. താങ്ക് യു സോ മച്ച്.